ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 78-ാം വാക്യം. ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ഒരു ഉദയം ഉയരത്തിൽ ഉദയം ചെയ്ത് നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സമാധാന മാർഗത്തിലേക്ക് കർത്താവ് നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇരുളിലും മരണനിഴലിലും ആയിരിക്കുന്നവരെയാണ്. ഇരുട്ടിലും മരണത്തിന്റെ നിഴലിലും ആയിരിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കുക, നഷ്ടപ്പെടുന്ന ഒന്നാണ് സമാധാനം. ഇരുട്ട്, അന്ധകാരം പൈശാചികതയെ സൂചിപ്പിക്കുന്നു. പിശാചിന്റെ പിടിയിൽ അമർന്നു പോകുന്ന ആർക്കും നഷ്ടപ്പെടുന്നത് സമാധാനമാണ്. അവരെ ബാധിക്കുന്നത് വെളിച്ചമല്ല, അന്ധകാരമാണ്. അവരെ നയിക്കുന്നത് അന്ധകാരത്തിന്റെ ശക്തിയാണ്. അത് ജീവിത സമാധാനത്തെയും ക്രമങ്ങളെയും തെറ്റിച്ചു കളയും. എന്നാൽ ഉയരത്തിൽ ഉദയം ചെയ്ത് നമ്മെ സന്ദർശിച്ച മശിഹ, ക്രിസ്തു അല്ലെങ്കിൽ രക്ഷകൻ നമ്മെ സമാധാന മാർഗത്തിലേക്ക് നയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവിടുന്ന് ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മെ സമാധാനം നൽകി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇരുട്ടിന്റെ പിടിയിൽ അമർന്ന് സമാധാനം നഷ്ടപ്പെട്ടവർക്കെല്ലാം സമാധാനം നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ ജനനത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവിടുന്ന് സമാധാന പ്രഭുവാണ്, സമാധാനത്തിന്റെ പ്രഭു. ക്രിസ്തു സമാധാനമാണ്. ക്രിസ്തു ഉള്ളിടത്ത് വെളിച്ചമുണ്ട്. ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്ന ഇടത്ത് വെളിച്ചമില്ല, ഇരുട്ടാണ്. അവിടെ സമാധാനവും ഇല്ല. ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഇടങ്ങളിലെല്ലാം രക്ഷകനായ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ഉടനെ നീ ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട, ജീവിതത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്തിയ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഓരോ പ്രാവശ്യവും ശിഷ്യഗണങ്ങളെ സന്ദർശിക്കുമ്പോൾ അവരോട് പറയുന്ന പ്രഥമമായ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഉയർത്ത കർത്താവിന് താൻ ഇപ്പോൾ അവരോട് കൂടെ ഇല്ല എന്നും അവർ അസമാധാനത്തിന്റെ അവസ്ഥയിലാണ് എന്നും വ്യക്തമായ ബോധ്യമുണ്ട്. അവരെ നോക്കി കർത്താവ് ആദ്യം ആശംസിക്കുന്നത് സമാധാനമാണ്. പ്രിയ ദൈവ പൈതലെ, നീ ആയിരിക്കുന്ന ഏത് ജീവിത മേഖലയും ആയിക്കോട്ടെ, സമാധാനമില്ല എങ്കിൽ നിനക്ക് സമാധാനം ആശംസിക്കുന്ന, സമാധാനം നൽകുന്ന ഒരു കർത്താവുണ്ട് എന്ന് തിരിച്ചറിയുക. നിനക്കിപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടതിന് കാരണം ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയതാണ് എന്ന് തിരിച്ചറിയുക. അവിടുന്ന് നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നീ അവിടുത്തെ ശബ്ദം കേട്ടാൽ അവിടുന്ന് നിന്നരികിലേക്ക് വരും. ഒരുമിച്ചുള്ള ഒരു ജീവിതം സാധ്യമാകും. ക്രിസ്തുവാകുന്ന രക്ഷകനെ, വെളിച്ചത്തെ ഏറ്റെടുത്ത് ഇരുളിൽ നിന്ന് സമാധാന മാർഗത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നിന്നെയും എന്നെയും നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.